ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വിജികളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ ചില കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? നാളെ നമുക്കൊരു ഓർഡർ ഉണ്ട്. 35 പേർക്കുള്ള ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ പീസസൊക്കെ കട്ട് ചെയ്ത് എല്ലാം രാവിലത്തേക്ക് വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഉള്ളിയെല്ലാം ചെറിയ ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചത്, ഇത് അരിഞ്ഞ് വെച്ചേക്കുന്നത്, തേങ്ങ, അതുപോലെ മാവെല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ രാവിലെ നമുക്കെല്ലാം ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ രാവിലെ കാണാം ബാക്കി കാഴ്ചകൾ. ഓക്കെ, ടാറ്റാ, ബൈ. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി ഒരു നൊസ്റ്റാൾജിക് ഇഡ്ഡലിയാണ്. നമ്മളിന്ന് പൂവരശിൻ്റെ ഇലയിലാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നത്. ഇലയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നു. ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചു, ഇലയൊക്കെ സെറ്റാക്കി മാവ് കോരി ഒഴിക്കുവാണ്. അപ്പോൾ വളരെ കുറച്ച് ഇഡ്ഡലിയേ ഉള്ളൂ, 100-110 ഇഡ്ഡലി ഉള്ളതുകൊണ്ട് 2-3 ഇഡ്ഡലി തട്ടിലാക്കി നമ്മൾ ഗ്യാസിൽ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലിയായി. നല്ല ബബ്ലി പോലത്തെ ഇഡ്ഡലിയാണ്, കാണാൻ തന്നെ നല്ല രസമല്ലേ. പണ്ടൊക്കെ നമ്മൾ മിക്കവാറും പൂവരശിൻ്റെ ഇലയിലായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചട്നിയൊക്കെ അരച്ച് വെച്ചു. ഇനി അതിനൊന്ന് താളിക്കണം. ഞാൻ മാത്രമല്ല, ഏട്ടനും ഉണ്ട്. എൻ്റെ ഇഡ്ഡലി ഏകദേശം എല്ലാം ആയി, 100-110 ഇഡ്ഡലിയോളം ആയി. ചട്നിക്ക് താളിക്കുക. സാമ്പാർ സൈഡിലാകുന്നുണ്ട്, സാമ്പാറെല്ലാം ഏകദേശം ആയി കിടക്കുക. ഇനി അതിനോടൊന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ചട്നിയെല്ലാം ആയി. അപ്പോൾ എല്ലാവർക്കും സംശയമാണ്, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണോ ചെയ്യുന്നതെന്നല്ല. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡേഴ്സ്, ലഞ്ചിൻ്റെ ഓർഡേഴ്സ്, സദ്യ, അതുപോലെ തന്നെ ബിരിയാണി എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടേ, ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. വട, ഇഡ്ഡലി, സാമ്പാർ എല്ലാം ആയി. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്യണം. രാവിലെ 7:30-8 മണി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ ഇതിനി ഒന്ന് റാപ്പ് ചെയ്ത് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.